നിയമസഭാ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനത്തിന് കാതോർത്ത് കേരളം ഉൾപ്പെടെ 5 സംസ്ഥാനങ്ങൾ. പ്രഖ്യാപനം ഇന്നോ നാളെയോ ഉണ്ടാകുമെന്ന് സൂചന. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് സജ്ജരായി മുന്നണികൾ. സിപിഎമ്മിന്റെയും കോൺഗ്രസിന്റെയും ആശങ്കയായി ജി സുധാകരന്റെയും കെ സുധാകരന്റെയും നിലപാടുകൾ. ഇറാനുമായി ഉടൻ കരാറില്ലെന്ന് ഡൊണാൾഡ് ട്രംപ്. ഹോർമൂസ് കടലിടുക്ക് വഴി എണ്ണ കൈപ്പറ്റുന്നവർ യുദ്ധത്തിന് സഹായിക്കണമെന്നും US പ്രസിഡന്റ്. മുജ്തബ ഖമനേയി ജീവിച്ചിരിപ്പില്ലെന്നും ട്രംപ്. ഹോർമൂസ് കടലിടുക്കിൽ വിലക്ക് അമേരിക്കയ്ക്കും ഇസ്രയേലിനും മാത്രമെന്ന് ഇറാൻ. ഇറാഖിലെ മിസൈൽ ആക്രമണത്തിന് പിന്നാലെ പൗരന്മാരോട് രാജ്യം വിടണമെന്ന് ബാഗ്ദാദിലെ US എംബസി. അലുവ അതുൽ കൊലക്കേസിൽ മുഴുവൻ പ്രതികളും പിടിയിൽ. മുണ്ടക്കയത്ത് നിന്ന് കസ്റ്റഡിയിലെടുത്തത് 4 പ്രതികളെ. കേസിലാകെ 8 പ്രതികൾ. കൊലയ്ക്കുപയോഗിച്ച വാഹനവും കസ്റ്റഡിയിൽ. ഇന്ന് തെളിവെടുപ്പ്. സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവി ഇന്ന് അയോധ്യയിലേക്ക്. യാത്ര പ്രത്യേകം സജ്ജീകരിച്ച ട്രെയിനിൽ. വ്യാഴാഴ്ച ക്ഷേത്രത്തിന്റെ 2ാം നിലയിൽ ശ്രീരാമ യന്ത്രം സ്ഥാപിക്കുന്നതിനും അനുബന്ധ പൂജകൾക്കും രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനൊപ്പം അമ്മ സാക്ഷിയാകും. സന്ദർശനം ശ്രീരാമ ജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റിന്റെ ക്ഷണം സ്വീകരിച്ച്. ISLൽ കേരള ബ്ലാസ്റ്റേഴ്സിന് ആശ്വാസ സമനില. ബ്ലാസ്റ്റേഴ്സിന്റെ രക്ഷകനായത് മലയാളി താരം മുഹമ്മദ് അജ്സൽ. BCCI വാർഷിക പുരസ്കാരങ്ങൾ ഇന്ന് സമ്മാനിക്കും.